ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അച്ചാച്ചൻ നാണ്ടിരുന്നു. ഇന്ന് പൂരി ഉണ്ടാക്കിയ പൂരി സാമ്പാറും അച്ചാച്ചൻ കഴിക്കുന്നു. അജു ആണെങ്കിൽ അജുവിന് സാമ്പാർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അജു വെറുതെ പൂരി മാത്രം എടുത്ത് കഴിച്ചതേ ഉള്ളൂ. കോഴികൾക്കൊക്കെ ഒരു ശകലം ചോറിട്ട് കൊടുത്ത് രാവിലെ കോഴിയൊക്കെ എല്ലാം അജുമോന് പിന്നെ കോഴിത്തീറ്റ കൊണ്ടുവന്നിട്ട് കൊടുത്തു. അവൻ രാവിലെ അമ്പലത്തിൽ പോയി. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി സാധനമൊക്കെ മേടിച്ചുകൊണ്ടിങ്ങ് വരും. പിന്നെ ചിക്കുവിനാണെങ്കിൽ ഒരു ചെറിയ ഒരു പനിക്കോള് പോലെ എൻ്റെ തൊണ്ടയ്ക്ക് നമ്മുടെയൊക്കെ കൂട്ട് തന്നെ ആയിരിക്കും ഒരു അസ്വസ്ഥത. പിന്നെ അസ്വസ്ഥതയായതുകൊണ്ട് അവനിങ്ങനെ പമ്മി അവിടെ കിടപ്പുണ്ട്. അവിടെ ഇങ്ങനെ അങ്ങ് കിടക്കുക. അപ്പോൾ അവന് മരുന്ന് മേടിക്കണം. കൂട്ടിലവിടെ കിടക്കുക. അവന് മരുന്ന് മേടിക്കണം. അല്ലെങ്കിൽ അവനിപ്പോൾ കോഴികളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ചാടി വരണ്ടെന്ന്. ഇന്നലെ ഇന്നും അവന് വയ്യ. അവനൊരു ചെറിയൊരു പനിയുടെ ഒരു തൊണ്ടയ്ക്ക് അവൻ ഇങ്ങനെയൊക്കെ അങ്ങ് വെക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും അങ്ങനെ ഒന്ന് വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവനവിടെ അങ്ങനെ കിടക്കുന്നു. പിള്ളേരെല്ലാവരും ഇവിടെ നിന്ന് തിന്നുന്ന കുറച്ച് പേരെല്ലാം രാവിലെ അച്ചാച്ചനും കഴിക്കുക. അപ്പം ഞാനും അജുമോൻ കഴിച്ചപ്പോൾ ഞാനും കഴിച്ചു. അച്ചാച്ചൻ ഇപ്പോഴാണ് പല്ലൊക്കെ തേച്ചിട്ട് വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങിയത്. നല്ല കാലാവസ്ഥയാണ്, നല്ല ചൂടൊക്കെയുണ്ട്. രാവിലെ പിന്നെ അരി അടപ്പയിൽ ഇട്ടേക്കുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ കിടക്കുന്നു. ഇവിടെ കരിങ്കോഴി കുഞ്ഞുങ്ങൾ ഇവനാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ സിൽവറെന്നും ഒക്കെ പറയുമല്ലോ, അത് ഇവൻ ആ സൈസാണ്. ഇവനെ പിന്നെ ഒട്ടകപ്പക്ഷി എന്നായിരുന്നു വിളിക്കുന്നത്. ഭയങ്കര കാലിനൊക്കെ നീളവും കുഞ്ഞായിട്ടിരിക്കുമ്പോഴേ നല്ല നീളവും ഇതൊക്കെ. അപ്പം അവിടെ നിൽക്കുന്ന കോഴി വേറെ ഒരു പൂവൻ കോഴിയുണ്ട്. അതുങ്ങളൊക്കെ എനിക്ക് കുഞ്ഞു പിന്നെ പൂവൻ കോഴി ഉണ്ടല്ലോ, കുറുകിയ കാലുള്ള പൂവൻ കോഴി. അവനാണെങ്കിൽ ഇവരെയൊക്കെ കൊത്തും. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഇവർക്ക് തീറ്റി കിട്ടത്തില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് തീറ്റി കിട്ടത്തില്ല. പിന്നെ അപ്പം അതിൻ്റെ കൂടെ തന്നെ അജു വിരിപ്പിച്ച് ഇറക്കിയതായിരുന്നു. അതുകൊണ്ട് അവിടെ നിൽക്കുന്ന ആ കരിങ്കോഴിയെ. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ ഓട്ടോയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബാ 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 ഇവർ തിന്നു കഴിഞ്ഞാൽ ഇവരെ അപ്പുറത്തോട്ട് അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് പിന്നെ വെയിലത്തോട്ട് ഒക്കെ ഇടണം. പിന്നെ ഇന്നലത്തെ ആ പുളിയൊക്കെ എടുത്ത് വെയിലത്ത് കൊണ്ടുവന്ന് വെക്കണം. ഓട്ടോ വന്നിട്ട് പോയിട്ട് വെക്കാമെന്നും പറഞ്ഞാൽ അങ്ങോട്ട് കയറ്റി വെക്കാം. ഇവരൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടോട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പിന്നെ ഒട്ടുകറ കൊടുക്കാനുള്ളത്. ഒട്ടുകറ ഇങ്ങനെ എടുത്ത് ചാക്കിനകത്ത് വെച്ചിരുന്നപ്പോഴത്തേക്ക് ഒട്ടുകറയെല്ലാം അങ്ങ് പിന്നെ ഇതായി, പിന്നെ അങ്ങ് പൂത്തിരിക്കുക. അതെല്ലാം ഇനി എടുത്ത് കഴുകി ഇടണം. അതിനുവേണ്ടി ഇതെടുത്ത് ഇവിടെ വെളിയിൽ വെച്ചിട്ട് 1 മാസത്തിൽ കൂടുതലായി. പിന്നെ അത് കൊണ്ട് കൊടുക്കണം. ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാനുമൊക്കെ കൊണ്ടുവന്നത് കൊടുക്കണം. അപ്പോൾ ഇവരെയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അവിടെ വന്നവർ തിന്നുമോ, എന്നിട്ട് വേണം ഇതിനെയെല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവിടണം. ചുമന്ന അല്ലതാണ്ട് ഇവനാ എല്ലാവരെയും കൊത്തുന്നതെന്ന് പറഞ്ഞതാണ്ട് ഇരിക്കുന്നത് ഉള്ളം കോഴിക്കുഞ്ഞ് കണ്ട കൊത്തുന്ന കണ്ട. മറ്റവനെ കൊത്തി ഓടിക്കുന്നുണ്ട്. എല്ലാവരും കൊത്തും, പറന്ന് കൊത്തും. കണ്ണിലാണ് കൊത്തുന്നവൻ. മറ്റവനെ ഓടിക്കുക കണ്ടോ. അവൻ്റെ അടുത്തോട്ട് ചെന്നുകൊണ്ടിരിക്കുക കൊത്താനായിട്ട്. കണ്ടോ പോകുന്ന കണ്ടോ. അതൊക്കെയാണ് അവൻ്റെ പരിപാടികൾ. കൂട്ടിനകത്ത് തീറ്റി കിടപ്പുണ്ട്. ഒത്തിരി പേര് അതിനകത്ത് തിന്നുകൊണ്ട് നിൽക്കുക. അവനവിടുന്ന് മാറി അവൻ ഇവിടെ വന്നപ്പോൾ ഇനിയും ഇവൻ വേണേൽ ഇങ്ങോട്ട് വരും. ഇവൻ നിൽക്കുന്നിടത്തോട്ട്. ഇവരെയൊക്കെ കൊത്തത്തുള്ളൂ. പെടക്കോഴികളെ ഒന്നും അങ്ങനെയൊന്നും കൊത്തത്തില്ല. ഇവനും സിൽവറാന്നേ. ഇവനാണെങ്കിൽ അങ്ങ് തീറ്റി കിട്ടാതെ അങ്ങ് വയ്യാതായി കഴിഞ്ഞ് ഇവനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് നിർത്തി തീറ്റി കൊടുത്തു. ഇവനിപ്പോൾ എല്ലാവരെയും കൊത്തും. നമ്മുടെ അജിക്കുട്ടെന്നുണ്ട് അമ്പലത്തിൽ പോയിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുമോ. സാധനങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് ഓട്ടോയിൽ ഇങ്ങ് വന്നു. പിന്നെ സൈക്കിൾ എന്തിയേക്കളെ, സൈക്കിൾ അവിടെ വെച്ചില്ലയോ. സൈക്കിൾ കൂടുതൽ വെച്ചിട്ട് വന്നു. ഇനിയിപ്പം അടുത്ത ഒരു പ്രാവശ്യം കൂടെ പോയിട്ട് വരുമ്പം പിന്നെ കുഞ്ഞെല്ലാം ഇങ്ങ് കൊണ്ടുവരും. സൗണ്ടൊന്നും വെക്കാതെ അജു ഫോണിനകത്ത്. അജുവിന് ഫോണ് മേടിച്ചതേ കുഴപ്പമായെന്ന് തോന്നുന്നു. അജു ഇങ്ങനെ ഫോണും വെച്ച് അങ്ങനെ ഇരിക്കുക. റേഷൻ കടയിൽ നിന്ന് അരി കിട്ടി. വെള്ളേരിയാണ് കിട്ടിയേക്കുന്നത്. അജുമോ മേടിച്ചുകൊണ്ട് വന്നു. അല്ലാതെ ഞങ്ങൾക്ക് വേറെ കുറച്ച് അരിയും കൂടെ കിട്ടി ഒരിടത്തു നിന്ന്.
പിന്നെ വേറെ കുറച്ച് അരി ഒരാൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു, അത് കണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ട് സൈസ് അരി ഇന്ന് ഇട്ടിട്ടുണ്ട്. ഇവിടെ എത്ര അരി കിട്ടിയിട്ടും കാര്യമില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച 30 കിലോ അരി മാവേലി സ്റ്റോറിൽ നിന്ന് മേടിച്ചായിരുന്നു. അതിൻ്റെ പൊടി തല്ലി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഇതുപോലെ നമ്മൾ പിന്നെ നമ്മൾ ചോറ് നമുക്കും കോഴിക്കും കൂടെ ഒന്നിച്ചാണ് ചോറ് വെക്കുന്നത്. നമ്മൾ കുറേശ്ശെ കഴിക്കും, അവർക്ക് എത്ര കൊടുത്താലും തികയത്തില്ല. അവരിങ്ങനെ തിന്നുകൊണ്ടിരിക്കും, എന്തോ കിട്ടിയാലും തികയത്തില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെളിയിലോട്ട് അയ്യത്തോട്ടൊക്കെ ഇറക്കി വിട്ട് അവർ നടന്ന് തിന്നുവാണെങ്കിലുണ്ടല്ലോ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ഉണ്ണിയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയൊക്കെ പെരയ്ക്ക് ഒന്നും തുടയ്ക്കുവോ ഒന്നും ചെയ്തില്ലായിരുന്നു. ഇന്ന് ഞാൻ പെരയ്ക്കുമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടു. പിന്നെ തുടച്ചെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ എല്ലാവരും ചവിട്ടി തേച്ചുകൊണ്ട് പിന്നെയും പെരയ്ക്കകത്തൂടെ അച്ചാച്ചനും അജുവൊക്കെ കയറി നടക്കും. അച്ചാച്ചൻ വേണ്ട മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് വേണ്ട കയറി പോകുന്നു. ഞാൻ വേണ്ട ഇവിടെ ഇരിക്കുന്നു. പിന്നെ അജുമോനാണെങ്കിൽ വന്നിട്ട് ഇന്ന് സ്കൂളില്ല. അപ്പോൾ അവൻ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിരുന്നു അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നു. നമ്മുടെ ചിക്കുവിന് ഒരു കുറുകുറുപ്പൊക്കെ തൊണ്ടയ്ക്ക് അവനൊരു പിന്നെ സുഖമില്ലായ്മ പോലെ, പിന്നെ ഈ തണുപ്പൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കാം. എല്ലാവർക്കുമൊക്കെ ഇവിടെ പനി ആയതുകൊണ്ടൊക്കെ ആണെന്ന് എനിക്കറിയത്തില്ല. അവനിങ്ങനെ ഇറങ്ങി ഇവിടെയൊക്കെ ഈ തണുപ്പത്തോട്ടൊക്കെ കിടക്കുകയൊക്കെ ചെയ്യുമ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അവനന്ന് തിന്നാനൊക്കെ ഒരു മടി. അപ്പോൾ അവനെ അജു കൊണ്ടുപോയിട്ട് പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുപ്പിച്ച് കൊണ്ടുവന്നു. പിന്നെ ചോറ് തിന്നാനൊക്കെ മടി. അപ്പം പട്ടിക്കൊക്കെ അങ്ങനെ വരുമല്ലോ, ഇടയ്ക്കൊക്കെ ചോറൊക്കെ തിന്നാതിരിക്കും. എന്നിട്ട് അവനൊന്നും തിന്നാക്കി ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു ഏതാണ്ട് പോലെ. അങ്ങനെ അവനെ കൊണ്ടുപോയിട്ട് ഒരു ഇഞ്ചക്ഷനും എടുപ്പിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് അവൻ പിന്നെ ഇപ്പം എന്തോ ഒരാവശ്യത്തിന് അങ്ങോട്ട് വെളിയിലോട്ടൊന്ന് ഇറങ്ങിപ്പോയേക്കുക. അപ്പം ഞാനാണെങ്കിൽ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്കനി അതൊന്ന് പിന്നെ ഇച്ചിരിയേ ഉള്ളൂ, കുറച്ച് ഒരു 3-4 പാക്കറ്റിന് ഒരു 10 കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. അതെടുത്തൊന്ന് പിന്നെ പാക്ക് ചെയ്ത് വെക്കാം. അത്രയൊക്കെ ഉള്ളൂ ഇന്ന് പ്രത്യേകിച്ച് കറിയും കൂട്ടാനും ഒന്നുമില്ല. എന്തുവാന്ന് ചോദിച്ചാൽ ഇന്ന് ഉള്ളത് ചമ്മന്തി അരച്ചിട്ടുണ്ട്, പിന്നെ മുട്ട ഇരിപ്പുണ്ട്. അജു ആണെങ്കിൽ ഒന്നും കഴിച്ചില്ല. അച്ചാച്ചൻ പിന്നെ കഴിക്കുന്നത് രാവിലെ പൂരി തിന്നിട്ട് ഇനി രാത്രിയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും. പിന്നെ ഇന്നിവിടെ സാമ്പാറാണ് ഉണ്ടാക്കി, സാമ്പാറും ഉണക്കമീൻ വറുത്തതും. പിന്നെ മുട്ട പൊരിക്കാൻ ഇരിപ്പുണ്ട്, അജുമോൻ വേണമെന്ന് പറഞ്ഞാൽ. പപ്പടമുണ്ട്, പിന്നെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അജുവിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തുവാന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെ കുഞ്ഞു തന്നെ ഉണ്ടാക്കിക്കോളും. എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വിശക്കുന്നൊന്നുമില്ല, ഞാൻ എന്തോ ഒരു സാധനം കഴിച്ചെന്ന് പറഞ്ഞ് 3 സമൂസ കഴിച്ചമ്മച്ചി. വല്യമ്മ ഉണ്ടാക്കുന്നതാണ്, കുറച്ച് മാത്രം ഉണ്ടാക്കുന്ന കടയാണ്. 10 പിന്നെ ഉഴുന്നുവടയോ പിന്നെ എന്തുവന്നു ഏതാണ്ട് കുറച്ച് സമൂസയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയാണ്. അങ്ങനെയൊക്കെ കാണുമ്പം അജുവിന് അവിടെ നിന്നൊക്കെ മേടിച്ച് തിന്നാനൊരു തോന്നല. അപ്പോൾ അവിടുന്ന് അജുമോൻ മേടിച്ച് കഴിച്ചെന്ന് പറഞ്ഞു 2-3 എണ്ണം. അത് മതി അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും വേണ്ടില്ല, വയറ് നിറഞ്ഞാൽ മതി. പക്ഷേ നല്ല ആഹാരം കഴിക്കണം, ശരിക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം. പക്ഷെ അവന് അന്നേരം രാവിലെ ഇവിടുന്ന് 2 പൂരി തിന്നിട്ടായിരുന്നു അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം എടുത്ത് കുടിച്ചതേ ഉള്ളൂ. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കേണ്ട സമയത്ത് അവൻ അവിടെ നിന്ന് അത് കഴിച്ചു. ഇപ്പോൾ ഇനി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് വന്ന് പിന്നെ ഇച്ചിരി വെള്ളം എടുത്ത് കുടിച്ചിട്ട് എങ്ങോട്ടോ ഒന്ന് പോകണം, അങ്ങോട്ട് പോയേക്കുക. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.